പിതാവിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി. യുദ്ധം തുടങ്ങി. പൗരന്മാർ കൊല്ലപ്പെടുന്നു. രാജ്യം ഒറ്റപ്പെടുന്നു. ഇറാൻ എന്ന രാജ്യത്തെ നയിക്കാൻ മുജ്തബ എത്തുമ്പോൾ അത് ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം തന്നെയാവാമെന്നതിൽ സംശയമൊന്നുമില്ല. അച്ഛന്റെ രക്തത്തിന് പകരം വീട്ടാൻ മകൻ സിംഹാസനത്തിലേറുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇനി സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയുണ്ടോ? അതെ, ഇറാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിനാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പശ്ചിമേഷ്യൻ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. ഇറാന്റെ ആത്മീയവും സൈനികവുമായ അധികാരത്തിന്റെ ചെങ്കോൽ പുതിയ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട് 5-ാം ദിവസം തികയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇറാൻ വിദഗ്ധ അസംബ്ലി. പേർഷ്യൻ പോരാളികൾ ഇനി ഒത്തുതീർപ്പിനില്ലെന്നും കടുത്ത പ്രത്യാക്രമണങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞുവെന്നുമുള്ള ഒരു സന്ദേശം കൂടിയാവാം പെട്ടെന്നുള്ള ഈ തെരഞ്ഞെടുക്കലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പിതാവും ഇറാന്റെ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ കൊടുമ്പിരി കൊണ്ട ഇസ്രയേൽ ഇറാൻ യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് നാടകീയമായ ഈ അധികാര കൈമാറ്റം നടന്നിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ എപിക് ഫ്യൂറി, ലയൺസ് റോർ എന്നീ സൈനിക നീക്കങ്ങളിൽ അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ തകരുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് 56-കാരനായ മുജ്തബ ഖമേനിയെ രാജ്യത്തിന്റെ പരമോന്നത പീഠത്തിലേക്ക് വിദഗ്ധ അസംബ്ലി അവരോധിച്ചത്. ഖമേനിയുടെ 2ാമത്തെ മകനായ മുജ്തബയെ വർഷങ്ങളായി നിരീക്ഷകർ ഒരു പിൻഗാമിയായി കണ്ടിരുന്നുവെങ്കിലും യുദ്ധക്കളത്തിലെ ഈ അടിയന്തര സാഹചര്യം അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം വേഗത്തിലാക്കിയെന്നാണ് ടെഹ്റാനിൽ നിന്നും റിപ്പോർട്ടുകൾ. ഇതോടെ ഇറാന്റെ ആഭ്യന്തരവും വിദേശവുമായ നയങ്ങളിൽ കൂടുതൽ കർക്കശമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. യുദ്ധക്കളത്തിലെ സാഹചര്യം പരിശോധിച്ചാൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് ഇറാൻ അതിശക്തമായ രീതിയിലാണ് മറുപടി നൽകുന്നത്. ഖത്തർ, കുവൈത്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ വർഷിച്ചു കഴിഞ്ഞു. തങ്ങളുടെ നേതാവിനെ വധിച്ചവർക്ക് മാപ്പില്ലെന്നും മേഖലയിലെ ഓരോ അമേരിക്കൻ താവളത്തെയും അമേരിക്കൻ മണ്ണായി കണ്ട് ആക്രമിക്കുമെന്നുമാണ് ടെഹ്റാൻ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ സൈനിക നടപടികൾ ആഴ്ചകളോളം നീളുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ജാഗ്രതയിലാണ്. യുദ്ധം പടരാതിരിക്കാൻ ലോക നേതാക്കൾ ശ്രമിക്കുമ്പോഴും കനൽ അടങ്ങുന്നില്ല എന്നതാണ് വാസ്തവം. സംഘർഷം മുറുകുന്നതിനിടെ ഇറാന്റെ സഖ്യകക്ഷികളും പോരാട്ടത്തിൽ സജീവമായിരിക്കുകയാണ്. കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് പിന്തുണ നൽകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വിശാലമായ ആക്രമണ തരംഗം ആരംഭിച്ചു കഴിഞ്ഞു. രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാരോപിച്ചാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിക്കുന്നത്. ഇതിനിടയിൽ ഖത്തറിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ചാരവൃത്തിയുടെയും അട്ടിമറിയുടെയും കഥകളാണ് പറയുന്നത്. ഇറാനെ റവല്യൂഷണറി ഗാർഡുകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന 2 ചാര സെല്ലുകളെ ഖത്തർ തകർത്തെന്നും അറസ്റ്റിലായ 10 പേർ തങ്ങൾക്ക് ചാരവൃത്തി നടത്താൻ നിർദ്ദേശം ലഭിച്ചതായി സമ്മതിച്ചുവെന്നുമാണ് റിപ്പോർട്ട്. ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ പ്രധാന സൈനിക താവളത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഖത്തർ ഇപ്പോൾ ഇറാന്റെ നിരീക്ഷണത്തിലാണ്. ഈ പിരിമുറുക്കം മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും പടരുകയാണ്. ലബനൻ അതിർത്തിയിലും സ്ഥിതിഗതികൾ ശാന്തമല്ല. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ബെയ്റൂത്തിൽ വൻ സ്ഫോടന ശബ്ദങ്ങളാണ് കേട്ടത്. ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ റോക്കറ്റ് മഴയാണ്. ഇതോടെ പശ്ചിമേഷ്യൻ യുദ്ധം പല മുന്നണികളിലായി വ്യാപിച്ചിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉൾപ്പെടെയുള്ള നേതാക്കൾ നയതന്ത്ര ഇടപെടലിലൂടെ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സമാധാനം ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒരു പുരോഹിതൻ എന്നതിലുപരി സൈന്യത്തിനുള്ളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് മുജ്തബ. പേർഷ്യൻ പോരാളികളുടെ വീര്യം ചോരാതെ കാക്കാനും ശത്രുവിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ഇറാനിലെ ഭരണകൂടം വിശ്വസിക്കുന്നത്. അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക എന്നതിലുപരി അമേരിക്കൻ അധിനിവേശത്തിൽ നിന്ന് ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുക എന്ന വലിയ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. സ്വിറ്റ്സർലൻഡിലോ തുർക്കിയിലോ സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തയ്യാറാണെന്ന് ചില രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും മിസൈലുകളുടെ ഗർജനത്തിനിടയിൽ സംസാരത്തിന് പ്രസക്തി കുറവാണ്. ഖമേനിക്ക് പകരം വന്നത് അതേ പാരമ്പര്യമുള്ള കരുത്തുള്ള മറ്റൊരു വിപ്ലവകാരിയാണ്. മുജ്തബ ഖമേനിയുടെ ഓരോ തീരുമാനവും ഇനി ആഗോള രാഷ്ട്രീയത്തെയും എണ്ണ വിപണിയെയും ബാധിക്കുമെന്നതിൽ തർക്കമില്ല. തങ്ങളുടെ പരമാധികാര രാഷ്ട്രത്തിനുമേൽ നടന്ന കടന്നുകയറ്റത്തിന് ഇറാൻ നൽകുന്ന മറുപടി ലോക ചരിത്രത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. ഖമേനി ജൂനിയറിന്റെ കീഴിൽ ഇറാൻ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഒരു ആഗോള യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കും. നിശബ്ദതയ്ക്ക് ഇനി സ്ഥാനമില്ല. മിസൈലുകൾ സംസാരിക്കുന്ന കാലമാണിത്.